ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മിനി റെക്സ് എന്ന് പറഞ്ഞ ഒരു റാബിറ്റ് ബ്രീഡാണ്. എക്സോട്ടിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. ഇത് നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തതാണ്. അപ്പം നോർമലി റാബിറ്റിന് കണ്ടുവരുന്നൊരു സ്കിൻ ഡിസീസ് ഉണ്ട്. തണുത്ത അല്ലെങ്കിൽ ഈ നെറ്റോ അല്ലെങ്കിൽ മെഷ് ഇടാണ്ട് തണുപ്പ് കൂടുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനത്തെ സ്കിൻ ഡിസീസ് വരിക. ഇതൊരു ഫംഗൽ ഡിസീസാണ്. അപ്പോൾ ഇത് ഈ ബോഡിയുടെ പുറത്തുള്ള പോലെ തന്നെ അതിൻ്റെ അകത്തും ഉണ്ടാകും. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് അവർക്ക് നോർമലി പിന്നീട് ഒരു ഡെത്തിലേട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം ഒരു കസ്റ്റമറിൻ്റെയാണ്. അപ്പോൾ അവരത് നോക്കിയിട്ട് അവർക്ക് നോർമലി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുകൊണ്ട് നമ്മുടെ അടുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളിതിനെ ട്രീറ്റ് ചെയ്യണത് രണ്ട് രീതിയുണ്ട്. ഒന്നല്ലേ നമുക്ക് നെയോമാക് എന്ന് പറഞ്ഞൊരു ക്രീം കിട്ടും. അതിൻ്റെ പൗഡറും ഇപ്പോൾ ഈ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡെയിലി നമ്മൾ തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നമുക്കൊരു ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്നുള്ളതും അതിൻ്റെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പം ഡിസീസ് എന്താണെന്നുള്ളത് ക്ലിയർ. നോർമലി എല്ലാവർക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ സ്കിന്ന് പീൽ ചെയ്ത് പോകും. അപ്പം പതുക്കെ അവർ ഫുഡ് കഴിക്കാണ്ടും വെയിറ്റ് കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പം ഇന്ന് നമുക്കതിൻ്റെ എങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നെയോമാക്കിൻ്റെ 1 ml ഇഞ്ചക്ഷനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. 10 ml ഇപ്പം അധികം മുയലുള്ള ആണെന്നുണ്ടെങ്കിലും 10 ml പാക്കുണ്ട്. അതിൻ്റെ കൂടെ സിറിഞ്ച് ഉണ്ട്. അപ്പോൾ 1 ml ഇപ്പോൾ ആണെങ്കിലും സിറിഞ്ച് വരുന്നുണ്ട്. അപ്പം അതിൽ 0.5 ml നമ്മൾ എടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. 1 വീക്കാണ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ എങ്ങനെയാണ് ഇഞ്ചക്ഷൻ എന്നുള്ളതും കൂടി നമുക്കറിയാം. ഇതിൻ്റെ ട്രെയിനിങ് ബേസിക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. റാബിറ്റിൻ്റെ ഇഞ്ചക്ഷൻ എപ്പോഴും നമുക്കിതിൻ്റെ സ്കിന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ സ്കിന്ന് വേറെ, അതിൻ്റെ മസിൽസ് വേറെ ആയിട്ട് കാണാം. അപ്പം ജസ്റ്റ് പൊക്കി പിടിച്ചിട്ട് ഈ സ്കിന്നിൻ്റെ അവിടെയാണ് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. സ്കിന്നിൻ്റെ ഉള്ളിൽ മാത്രം, ഒരിക്കലും അതിൻ്റെ ബോഡിയിലോട്ടോ മസിലിലോട്ടോ ഡയറക്റ്റ് കുത്തരുത്. ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇത് 1 ml നെയോമാക്കാണ്. നമുക്കിപ്പോൾ ഒരു മുയൽ മാത്രമുള്ളതുകൊണ്ടാണ് 1 ml. അപ്പോൾ ഇവർ ഓൾറെഡി മിനി റെക്സ് ആയതുകൊണ്ട് വളരെ ചെറുതാണ്. ഇവരധികം വലിപ്പം വയ്ക്കില്ല. പിന്നെ അതിൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്. വെൽവെറ്റ് പോലത്തെ സ്കിന്നാണ് നോർമൽ റാബിറ്റിൻ്റെയും കൂടി. വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ് റാബിറ്റിൽ തന്നെ. അപ്പോൾ നമ്മളിത് 1 ml നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 0.5 ml ഇതിൻ്റെ യൂസ് ചെയ്യണം. അപ്പോൾ 0.5 1 ml ബോട്ടിൽ ഇങ്ങനെയാണ് തന്നെ. ഇതിൻ്റെ പാതി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സിറിഞ്ച് വരുന്നുണ്ട്. നീഡിലും സിറിഞ്ചും ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് 1 വീക്ക് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് നോക്കിയിട്ട് മാത്രമായിരിക്കും നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വളർത്ത് ബ്രോയിലർ മുയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 0.5 ml അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് 1 ml വരെ നമുക്ക് പോകുന്നേ ഉള്ളൂ. അപ്പം അതൊരു ബേസിക് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇതാണ്. അപ്പം സിറിഞ്ചും അതിൻ്റെ നീഡിൽ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ ക്യാപ്പ് വരുന്നുണ്ട്. ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. അതേപോലെ നീഡിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൽ എയർ ഒന്ന് പുഷ് ചെയ്ത് കളയണം, കറക്റ്റായിട്ടല്ലേ എന്ന് അറിയാൻ വേണ്ടി. കഴിഞ്ഞ് ഇവിടെ ഈ ബോട്ടിലിൻ്റെ ഇവിടെ നമുക്ക് സിറിഞ്ച് കുത്താനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റ് സിറിഞ്ച് കുത്തിയിട്ട് ജസ്റ്റ് ഇത് ഹൈറ്റ് വെച്ചിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ വലിക്കുക. ഇതിൽ ഓരോ കുറേശ്ശെ വലിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലിക്വിഡ് അകത്തേട്ട് വരുള്ളൂ. അപ്പോൾ 0.5 ml എന്നുള്ള അവിടം വരെ നിറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കത് നിർത്താം. അപ്പോൾ ഇവർ കുറച്ചും കൂടി വെയിറ്റ് കുറവായതുകൊണ്ട് 0.5 ml എടുക്കുന്നില്ല. ഒരു 0.3 ml ആണ് ഇപ്പോൾ ഫസ്റ്റ് ഡോസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ഇതൊരു അടപ്പിട്ട് നമുക്കൊരു ഫ്രിഡ്ജിലോ തണുപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 month വരെയൊക്കെ യൂസ് ചെയ്യാം. 1 വീക്കിനുള്ളിൽ എങ്ങനെയുണ്ടത് മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോസും കൂടി ചെയ്യണം. അപ്പം ഇത് എടുത്തു കഴിയുമ്പോഴാണ് ഇവിടെ ഒരു എയർ സ്പേസ് ഉണ്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് ആ എയർ കളയണം. അപ്പം എയർ കളഞ്ഞ് നീഡിൽ വന്നു. ഇനി റാബിറ്റിനെ നമ്മളെങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് കുത്തരുത്. വളരെ സോഫ്റ്റായിട്ട് അധികം ഓടിപ്പോവില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പൊക്കെ ചെയ്തിട്ട് പതുക്കെ സ്കിന്നൊന്ന് പതുക്കെ പൊക്കുക. സ്കിന്ന് പൊക്കിയിട്ട് ആ സ്കിന്നിൻ്റെ ഗ്യാപ്പിലായിട്ട് വേണം നമ്മൾ കുത്താൻ. അപ്പോൾ അവർ പേടിച്ച് കുതിരി മാറിക്കഴിഞ്ഞാൽ അതും പ്രോപ്പറായിട്ട് എത്തില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് ആ സ്കിന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഒരിക്കലും മസിലിലോട്ട് എത്തരുത്. എന്നിട്ട് പതുക്കെ ഒന്ന് പുഷ് ചെയ്താൽ വാക്സിൻ അവിടെ എത്തുക. അല്ല അതേപോലെ തന്നെ ആ സിറിഞ്ചിൻ്റെ അവിടെ ഒന്ന് പിടിച്ചിട്ട് വേണം പുറത്ത് റിലീസ് ചെയ്യാൻ. അപ്പോൾ ആൾക്കും വലിയ പ്രശ്നമില്ല. പെയിൻ അറിഞ്ഞിട്ടില്ല. പെയിൻ അറിഞ്ഞിരുന്നെങ്കിൽ ആളിപ്പോൾ പിടച്ച് ഓടിയാനെ. അപ്പം പതുക്കെ ഒന്ന് നോക്കിയിട്ട്, അപ്പം ഇത് ഡെയിലി നമുക്ക് ഇതേപോലെ ലോഷൻ അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് പുരട്ടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ നെയോമാക്കിൻ്റെ ഇഞ്ചക്ഷൻ കുറച്ചും കൂടി ബെറ്ററാണ്. നമുക്ക് എന്തായാലും 1 വീക്ക് കഴിഞ്ഞ് ഈ റാബിറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് തരാം. എന്ത് മാറ്റം ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പോൾ കാണാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതേപോലെ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബൈ.